ഹായ് ഫായിസ് ആണ് കോർവിൽ ആർക്കിടെക്ചറിന്. നമ്മളിന്ന് റീസെൻ്റായിട്ട് കോഴിക്കോട് ഓമശ്ശേരിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിന് മുമ്പിലാണ്. ഇത് ഏകദേശം 12 സെൻറ്റ് സ്ഥലത്തായിട്ട് 2500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിൽ നമ്മൾ ഫിനിഷ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് അതേപോലെ തന്നെ ഔട്ട് സൈഡ് കോമ്പൗണ്ട് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കോമ്പൗണ്ടിൻ്റെ മുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു വീടിൻ്റെ ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു കോർണറിൽ കുറച്ച് പൊന്തിയിട്ടും ഇപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് പ്ലോട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നൊരു പ്ലോട്ടായിരുന്നു ഇതിൻ്റെ ശൈലി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഭാഗത്തായിട്ട് മണ്ണിട്ടൊക്കെ ഒന്ന് പൊന്തിച്ച് പ്ലോട്ടിനൊന്ന് ലെവലാക്കി എടുത്തതാണ്. അങ്ങനെ ലെവലാക്കി എടുത്ത സമയത്ത് ഹൈറ്റ് കുറച്ച് കുറക്കാനായിട്ട് നമ്മൾ ഗേറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് കുറച്ച് താഴേക്ക് ഇറക്കിയിട്ടാണ് ചെയ്തത്, ഈ ഒരു ഹൈറ്റ് കുറച്ച് കുറക്കാനായിട്ട്. അപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഡിസൈനോട് കണക്റ്റ് ആകുന്ന രീതിയിൽ തന്നെ കുറച്ച് പില്ലറുകൾ ഡിസൈൻസ് അതിനനുസരിച്ച് ലൈറ്റുകൾ കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഈ കോമ്പൗണ്ടുകൾ ചെയ്തത്. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ വീടിൻ്റെ കളറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ പോലത്തെ സിംഗിൾ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 5 മീറ്ററോളം ലെങ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ഗേറ്റ് സെറ്റ് ചെയ്തത്. ഗേറ്റിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ GI പൈപ്പും അതേപോലെ തന്നെ HPL വുഡൻ ഷീറ്റുമാണ് നമ്മൾ യൂസ് ചെയ്തത്. HPL ഷീറ്റ് പറഞ്ഞാൽ ശരിക്കും വുഡൻ കളർ മാത്രമേ ഉള്ളൂ, ഹൈ പ്രസ്ഡ് ലാമിനേറ്റ് ആണ്. നനഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗേറ്റ് ചെയ്തത്. ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഈസി ആക്സസിന് കയറാനും ഇറങ്ങാനും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഗേറ്റും പിന്നെ നമ്മൾ വെഹിക്കിൾ ആക്സസിനായിട്ടുള്ള നമ്മൾ സ്ലൈഡിങ് ആയിട്ടുള്ള ഏകദേശം ഒരു 5 മീറ്ററോളം വരുന്ന ഒരു വലിയൊരു ഗേറ്റുമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. വീട് പ്ലോട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്ത് 2 സൈഡിലായിട്ട് നമ്മൾ വീടിൻ്റെ ഭംഗിക്ക് അനുസരിച്ച് ചെറിയൊരു ലാൻഡ്സ്കേപ്പ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് മുറ്റം, പരമാവധി മുറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ വീടിന് നമുക്ക് കൂടുതൽ ഭംഗി അവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മുറ്റത്തിൽ തന്നെ നമ്മളെ ഇൻ്റർലോക്ക് നോർമൽ കുറച്ച് സൈസ് കൂടി ഇൻ്റർലോക്കാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. 6 കട്ട അതിന് ചുറ്റുമായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തു. നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഒരു പാറ്റേൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വീട് ഒരു ട്രോപ്പിക്കൽ ഡിസൈനിലാണ് നമ്മൾ ചെയ്തത്. ഒരു ഗ്രേ വൈറ്റ് തീമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ റൂഫിങ് കാര്യങ്ങളൊക്കെ നല്ല ട്രോപ്പിക്കലായിട്ട് അത്യാവശ്യം നല്ല സ്ലോപ്പായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തത്. അത് സാധാരണ ഇങ്ങനത്തെ വർക്കുകളൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ റൂഫിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടുത്തത് കോൺക്രീറ്റ് റൂഫിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ട് റൂഫ് ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നത് ഇവിടെ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് വലിയൊരു കിണറുണ്ടായിരുന്നു. വലിയൊരു കിണർ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ആ പ്രോപ്പർട്ടിയിൽ എല്ലാ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടുന്ന രീതിയിലൊരു കിണറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കോർണറിൽ വലിയൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിന് നമ്മൾ വർക്ക് കഴിഞ്ഞപ്പോഴേക്കെല്ലാം കട്ട് ചെയ്തു അഡീഷണൽ ആയിട്ട് സ്ലാബ് കാര്യങ്ങളെല്ലാം ഇട്ടതിൻ്റെ ചെറിയൊരു കാൽഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തായി കാണുന്നത്. ഇതിൻ്റെ കാൽഭാഗമാണ് ഈ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാലോ ഇത് എത്രത്തോളം വലിയ കിണറായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് നോക്കാം. വീടിന് മെയിനായിട്ട് നമ്മൾ 2 കളർ തീമാണ് കൊണ്ടുവന്നത്. ഒരു ഡാർക്ക് ഗ്രേയും അതേപോലെ തന്നെ വൈറ്റും. അതാണ് നമ്മളെ ഒരു മൊത്തത്തിലൊരു കോമ്പിനേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഗേറ്റ് തുറന്ന് നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സിറ്റ് ഔട്ടിൻ്റെ പോർഷനാണ്. സിറ്റ് ഔട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പില്ലറിനും നമ്മൾ നല്ല നാച്ചുറൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡാർക്കർ ഷെയ്ഡുള്ള നാച്ചുറൽ ക്ലാഡിങ്. അതേപോലെ തന്നെ ആ ഒരു കണക്ഷൻ തന്നെ കിട്ടാനായിട്ട് നമ്മൾ ഫ്ലോറിലെ സ്റ്റെപ്പിലും ഗ്രാനൈറ്റ്, നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വീടിൻ്റെ അകത്ത് വിട്രിഫൈഡ് ടൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാനൈറ്റും അതേപോലെ തന്നെ ടൈലും കടന്ന് നമ്മൾ നേരെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് നമ്മൾ സിറ്റ് ഔട്ടിലേക്കുള്ള വലിയ മെയിൻ ഡോറാണ്. മെയിൻ ഡോറിനൊരു ചെറിയ പ്രത്യേകത ഉള്ളത്, മെയിൻ ഡോർ ഒരു വലിയ ഡോറും ഒരു ചെറിയ ഡോറും എന്ന രീതിയിലാണ് നമ്മൾ മെയിൻ ഡോറിൻ്റെ പ്ലേസ്മെൻറ്റ്. പിന്നെ അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൽ 2 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറും അതിൻ്റെ പിറകിലായിട്ട് ഒരു ഭംഗിക്കുള്ള നല്ലൊരു വിൻഡോയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമ്മൾ ഭംഗി കൂടുതൽ കൂട്ടാനായിട്ട് ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പ്ലാനിൽ ഉണ്ടാകുന്ന ചെറിയൊരു സംഭവമാണ് ഈ ഒരു പോക്കറ്റ്. ആ ഒരു പോക്കറ്റ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു പോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിവിടെ നല്ല പ്ലാൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ലാൻഡ്സ്കേപ്പ് എലമെൻ്റ് ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഭംഗി ഈ ഒരു സാധനത്തിന് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. മാത്രമല്ല ഇതിൻ്റെ തൊട്ട് പിറകിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോൻ്റെ പിറകിലായിട്ട് നമ്മൾ ഫാമിലി ലിവിംഗ് ഉണ്ട്. അപ്പോൾ ഫാമിലി ലിവിംഗ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഭംഗി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ഒരു പോക്കറ്റ് കഴിഞ്ഞ് നേരെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എക്സ്റ്റേണൽ സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മളൊരു ബേ വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബേ വിൻഡോക്കുള്ളൊരു പ്രൊജക്ഷനാണ് ഈ കാണുന്നത്. ഈ ബേ വിൻഡോൻ്റെ കൂടെ തന്നെ നമ്മളൊരു സൺഷെയ്ഡിൻ്റെ മൊത്തത്തിൽ ഒരു ബോക്സ് ഡിസൈനാണ് നമ്മൾ കാണിച്ചത്. അതേപോലെ തന്നെ ഈ റൂമിൻ്റെ റൂഫിലായിട്ടാണ് നമ്മൾ സ്ലോപ്ഡ് റൂഫ് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയുള്ള രീതിയിലായിട്ട് നമ്മൾ നല്ല പ്ലാൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മെയിൻ ഡോർ തുറന്ന് നേരെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് 2 ലിവിംഗ് റൂം അവിടെ ഉള്ളത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ഫോമൽ ലിവിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പേസുള്ള 2 ലിവിംഗ് അല്ല, ഉള്ള സ്പേസിൽ നമുക്ക് നല്ല അത്യാവശ്യം സൗകര്യം കിട്ടുന്ന രീതിയിലാണ് ലിവിംഗ് റൂം സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ലിവിംഗ് റൂമിൽ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് കാണുന്നത് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു പ്രെയർ യൂണിറ്റും പിന്നെ പ്രെയർ യൂണിറ്റിനോട് ചേർന്നുകൊണ്ട് വേക്കൻ്റായി കിടക്കുന്ന വോളിൽ നമ്മൾ നല്ലൊരു പാനലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം കൊടുത്ത് അവിടെ ലൈറ്റിംഗ് എല്ലാം കൊടുത്തൊരു ഭംഗിയാക്കിയിട്ടുള്ളതാണ്. പിന്നെ സീലിംഗിൽ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ സൈറ്റുകളിലും നമ്മൾ ചെയ്യുന്ന കുറച്ച് ഡിസൈൻ എലമെൻറ്റ് നമ്മൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് ബജറ്റ് കട്ട് ചെയ്യുക എന്ന ഉദ്ദേശം കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു ജിപ്സം വർക്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വുഡൻ ടെക്സ്ചർ ആക്കുകയാണ് ചെയ്തത്. ഡയറക്റ്റ് വെനീറോ ലാമിനേറ്റ് ചെയ്തതല്ല.
പിന്നെ അതേപോലെ തന്നെ സോഫ എൽ ഷേപ്പാണ് കൊടുത്തത്. സോഫിനോട് നേരെ ചേർന്ന് കൊടുക്കുന്ന ഇവിടെ നമുക്കൊരു വലിയ വിൻഡോ ഉണ്ട്. ആ വിൻഡോ എൻ്റയർ ആയിട്ട് നമ്മൾ സീലിംഗിൽ താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ കേട്ടൺ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സിറ്റ് ഔട്ടിലേക്ക് കണക്ട് ആയി നിൽക്കുന്ന ആ ഒരു വിൻഡോയിൽ നമ്മളൊരു പാനലിംഗ് വർക്ക് കൊടുത്ത് ഇവിടെ നല്ല ഒരു റോമൻ ബ്ലൈൻഡും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ കളറുകൾ സിങ്ക് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു എൻ്റയർ ഏരിയ നമ്മളിവിടെ വർക്ക് ചെയ്തത്. ലൈറ്റർ കളർ ടോൺ ആണ്. ലൈറ്റർ കളർ ടോൺ ആയതുകൊണ്ട് തന്നെ കണ്ണിന് ഇറിറ്റേഷൻ വരാത്ത രീതിയിലാണ് ഈ പറഞ്ഞ പോർഷൻസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഫോമൽ ലിവിംഗ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കയറുന്നത് ഫാമിലി ലിവിങ്ങിലേക്കാണ്. ഫാമിലി ലിവിങ്ങിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ നമ്മൾ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷന് 2 ഉദ്ദേശമാണുള്ളത്. ഒന്ന് ഈ ഒരു ഭംഗി കൂട്ടുക, 2 ഈ ഒരു ഫോമൽ ലിവിംഗിൽ നിന്ന് ഫാമിലി ലിവിംഗ് കുറച്ചൊന്ന് സെപ്പറേറ്റഡ് ആവാമെന്ന ഉദ്ദേശമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇവിടെ ആയിട്ട് നല്ല ഒരു ഇൻബിറ്റ്വീൻ, അതായത് നമ്മളെ ഡൈനിങ്ങിൻ്റെയും ഫാമിലിൻ്റെയും ഇൻബിറ്റ്വീൻ ആയിട്ട് നമ്മൾ വോളോ കാര്യങ്ങൾ കൊടുക്കാതെ ഒരു സെമി പാർട്ടീഷനാണ് കൊടുത്തത്. സെമി പാർട്ടീഷൻ കൊടുത്തതുകൊണ്ട് തന്നെ ഇതൊരു കുറച്ച് ഡിസൈനിലുള്ള ഒരു സെമി പാർട്ടീഷൻ ആക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫാമിലി ലിവിംഗിൽ ഇരിക്കുന്ന സമയത്ത് TV യൂണിറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടീഷൻ ശരിക്കും നമുക്ക് കാഴ്ച ഭംഗിയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ പർപ്പസ് മീറ്റ് ചെയ്യാൻ കൂടുതൽ വിസിബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് സ്പേസ് ഫീൽ ചെയ്യിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ടീഷൻ സെറ്റ് ആക്കിയിട്ടുള്ളത്. 5 ആക്കി ഇരിക്കാൻ പറ്റുന്ന നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സോഫ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ റൂമിൽ നിന്നാണ് നമ്മളെ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുന്നത്. നമ്മളെ ഫാമിലിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കയറുന്നത് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഡോർ തുറന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ബെഡാണ് നമ്മൾ കാണാം. ഈ ബെഡിന് നമ്മൾ എല്ലാ സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ സോഫ്റ്റ് കുഷൻ ഫിനിഷാണ് നമ്മൾ ബെഡിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബെഡിൻ്റെ ബാക്കിലായിട്ട് നല്ലൊരു പാനലിംഗ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിൻഡോസിനെല്ലാം ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് വിൻഡോസിൻ്റെ പ്ലേസ്മെൻറ്റും കേട്ടന് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തത്. 2 സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂമിൻ്റെ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള ബേ വിൻഡോയ്ക്കും നമ്മൾ നല്ലൊരു വുഡൻ പാനലിങ്ങും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് കുഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ബേ വിൻഡോയിൽ കയറി ഇരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. പക്ഷേ ഈ ഒരു ബേ വിൻഡോയിൽ നമുക്ക് കയറി ഇരിക്കുക മാത്രമല്ല, ഒന്ന് കയറി കിടക്കാൻ പോലും നമുക്ക് പറ്റും. അത്രയും നല്ല സ്പേസ് ഉള്ള രീതിയിലാണ് നമ്മളത്തോട് ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വാർഡ്രോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെഡ്റൂമിൽ എപ്പോഴും നമ്മൾ റിക്വയർമെൻറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുക. വാർഡ്രോബിൻ്റെ കാര്യത്തിൽ എത്ര സ്റ്റോറേജ് വെച്ചാലും നമുക്ക് തികയാതെ വരും. അപ്പോൾ പരമാവധി സ്പേസ് യൂസ് ചെയ്യുക എന്ന ഒരു ആവശ്യം വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തത്. നമ്മളെ ഡെയിലി ആക്സസറീസ് സെറ്റ് ചെയ്യാനായിട്ട് 4 ഡോർസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റയറായിട്ട് യൂസ് ചെയ്യുന്ന പില്ലോസോ വലിയ ബാഗ്സോ ട്രാവൽ ബാഗ്സോ കാര്യങ്ങളുണ്ട്. അത് വെക്കാനായിട്ട് മുകളിൽ നമ്മൾ വലിയ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ സീലിംഗ് വരെ വരുന്ന രീതിയിലാണ് വാർഡ്രോബിൻ്റെ ഐറ്റം നമ്മൾ പ്ലാൻ ചെയ്തത്. അതുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കാണുന്ന സമയത്ത് നമുക്കൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യാതിരിക്കുക. ലാമിനേറ്റ് ആണ് ഫുള്ളായിട്ട് നമ്മൾ ഫിനിഷിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ ബാക്ക് പാനലിംഗ് ആയിക്കോട്ടെ വാർഡ്രോബ് ആയിക്കോട്ടെ ഇതെല്ലാം സിമിലർ ആയിട്ടുള്ള ഒരു പാനലിംഗ് സിമിലർ ആയിട്ടുള്ള ലാമിനേറ്റാണ് കൊടുത്തത്. ലൈറ്റർ കളറാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ വാർഡ്രോബിനോട് കണക്റ്റഡ് ആയിട്ട് നമ്മളൊരു ചെറിയൊരു വർക്കിംഗ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലും ലാപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും എഴുതണമെങ്കിലൊക്കെ ഒരു വർക്കിംഗ് ഏരിയയും കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു റൂമിലെ ബാത്റൂമിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു ഡ്രസ്സിങ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയൊരു മിററും പിന്നെ അതേപോലെ തന്നെ ഗ്രൂമിങ് ആക്സസറീസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള സ്പേസും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിങ് റൂമിൽ നിന്നാണ് നമ്മൾ ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ബാത്റൂം ഒരിക്കലും വിസിബിൾ ആവുകയില്ല. പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ റൂമിലേക്ക് അല്ലാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പിന്നെ റൂമിലേക്ക് പോകുക എന്നൊരു പർപ്പസിലാണ് ഈ ഒരു ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തത്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോമൽ ലിവിങ് കാര്യങ്ങൾ കടന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് എത്തുന്നത്. ഈ ഡൈനിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് ഡൈനിങ്ങിൽ നമ്മൾ 2 സോണായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഒന്ന് പാസിംഗ് ആയിട്ടുള്ള സോണ്, 2 നമ്മൾ പ്രോപ്പർ ഫംഗ്ഷനാലിറ്റിക്കുള്ള സോണാണ്. അപ്പോൾ ഈ പാസിംഗ് സോണിലാണ് നമ്മൾ സ്റ്റെയർ അതേപോലെ തന്നെ ബെഡ്റൂമിൻ്റെ എൻട്രി പിന്നെ അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തതല്ല ഉള്ളത്. പിന്നെ ഫംഗ്ഷനാലിറ്റി സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ടേബിളും പിന്നെ അതുമായിട്ടുള്ള സീറ്റിങ്ങും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിങ്ങും ഇതാണ് നമ്മൾ ഈ ഒരു സോണിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസും ഇതിനോട് കണക്റ്റഡ് ആയിട്ട് നമ്മളെ കിച്ചണിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലിവിംഗ് റൂമിൽ നമ്മൾ പറഞ്ഞ സീലിംഗിലെ വുഡൻ വർക്ക് പോലെ തന്നെ ഡൈനിങ്ങിലും നമ്മൾ ചെറിയൊരു വുഡൻ വർക്കും അതിലെ സെൻട്രലായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വെറും ഒരു പാനലിംഗ് മാത്രമല്ല, ഇവിടെ നമ്മൾ ചെറിയൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പാനലിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മളൊരു ബേസിന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെയുള്ള ബേസിനും ചെറിയ സ്പേസും ആയതുകൊണ്ട് ഡൈനിങ്ങിൻ്റെ ഡിസ്കംഫർട്ട് ആവുമോ എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പാനലിംഗ് വെച്ചിട്ട് ഇതൊന്ന് ഹിഡൻ ആക്കിയത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മെയിൻ ഫോക്കസ് ആയിട്ട് ഡൈനിങ് ഏരിയയിൽ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പാർട്ടീഷൻ തന്നെയാണ്. ഈ പാർട്ടീഷൻ നമ്മൾ 2 സൈഡ് കൊടുത്തതുകൊണ്ട് തന്നെ ഡൈനിങ് എന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഭംഗി കിട്ടുക എന്നൊരു പർപ്പസും കൂടെ അവിടെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡൈനിങ്ങിനോട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ വീണ്ടും ഏറ്റവും കൂടുതൽ ഭംഗി വരുന്ന ഒരു പോർഷനാണ് നമ്മൾ കോർട്ട്യാർഡ്. ഈ ഒരു കോർട്ട്യാർഡിലേക്ക് വരുന്ന സമയത്ത് ഡൈനിങ്ങിൽ നിന്ന് മാക്സിമം ഭംഗി ഇങ്ങോട്ട് കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൈവസി കിട്ടാനുള്ളൊരു സ്പേസും കൂടാണ്. ശരിക്കും
ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ ബാക്കിലായിട്ട് വരുന്നൊരു സ്പേസ് ആണിത്. അവിടെ നമ്മൾ ചെറിയൊരു ഷോ വാളെല്ലാം കൊടുത്ത് അതൊന്ന് ക്ലാഡിങ് കൊടുത്തൊന്ന് ഹിഡൻ ആക്കിയിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത്. ഉള്ളിൽ അതേപോലെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലൈറ്റിങ്ങും വെന്റിലേഷനും കാര്യങ്ങളെല്ലാം കിട്ടുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇവിടെ ക്ലാഡിങ് വർക്കിൻ്റെ പുറമെ ഫ്ലോറിൽ നമ്മൾ ഫുള്ളായിട്ട് ഒരു വുഡൻ ടൈൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബേസിൻ ഇവിടെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു ബേസിൻ പറഞ്ഞത് ഡൈനിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാഴ്ച ഭംഗിയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബേസിൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കോർട്ട്യാർഡിലാണ്. കോർട്ട്യാർഡ് വെറുതെ ആയി പോയില്ലേ, നമുക്കൊരു ഫംഗ്ഷൻ അതിൽ കിട്ടുകയും ചെയ്ത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു ഇറങ്ങേണ്ട ഗസ്റ്റുകൾക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ഒരു ഏരിയ ഗസ്റ്റിനെ ശരിക്കും കാണാനും പറ്റുക. ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തത്. പിന്നെ നല്ല ഭംഗിയുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. മിററിൽ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻസ് അതേപോലെ തന്നെ കാഴ്ച ഭംഗി ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തത്. നമ്മളെ വീടിൻ്റെ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെ കണക്റ്റ് ആകുന്ന സെക്കൻഡ് ബെഡ്റൂമാണ് ഇത്. നമ്മളൊരു കിഡ്സ് ബെഡ്റൂമിൻ്റെ തീമിൽ കിഡ്സ് ബെഡ്റൂമിനെ പോലെ ചെയ്തിട്ടുള്ള ഒരു റൂമാണ് നമ്മൾ കാണുന്നത്. നമ്മളെ സെക്കൻഡ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ശരിക്കും ഒരു കുട്ടികളുടെ ബെഡ്റൂമാണ്, പക്ഷേ കുട്ടികളുടെ തീമിലല്ല നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു റൂമിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ചെറിയ റൂമാണ്. ചെറിയ റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ബെഡാണ്, ക്വീൻ സൈസ് ബെഡാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത്. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സൈഡ് ടേബിൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആക്കാതിരിക്കാനായിട്ട് വോളിലെല്ലാം ജസ്റ്റ് വാൾപേപ്പർ വർക്ക് മാത്രമാണ് കൊടുത്തത്. നമ്മളൊരു ലൈറ്റർ ടോണിനോട് കണക്റ്റ് ആയി വരുന്ന രീതിയിലുള്ള ഒരു വാൾപേപ്പർ വർക്ക് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിൻഡോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് സീബ്ര ബ്ലൈൻഡ് ആണ് കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ ബെഡിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു റൂമിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സീലിംഗ് വരെ ക്യാബിനറ്റ്സ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ഡോറുള്ള വാർഡ്രോബാണ് നമ്മൾ കൊടുത്തത്. അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റഡി യൂണിറ്റും നമ്മൾ ഈ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ സീലിംഗ് എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ മിനിമലായിട്ടുള്ളൊരു സീലിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഡ്രസ്സർ യൂണിറ്റും നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഗ്രൂമിങ് ആക്സസറി അല്ലെങ്കിൽ ചെറിയ ചേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൂടെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിലുള്ള ഫിനിഷിംഗ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ലാമിനേറ്റ് ചെയ്തത്. നമ്മൾ കോമൺ ഏരിയയിലെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലാമിനേറ്റിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. ഒരു വുഡ് അതേപോലെ തന്നെ ബീജാണ് നമ്മളിവിടുത്തെ എൻ്റയർ കളർ കോമ്പിനേഷൻസ്. ഈവൻ ബെഡ്റൂമിലെ ബെഡിൻ്റെ ഹെഡിൽ നമ്മൾ കുഷൻ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഷ്യന് പോലും ആ ഒരു ബ്രൗൺ തീമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുഷൻ ഫിനിഷ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മാക്സിമം കംഫർട്ട് കിട്ടുക. പിന്നെ അതേപോലെ തന്നെ നല്ല ഒരു യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കംഫർട്ട് കിട്ടുക എന്ന ഉദ്ദേശത്തിലാണ് ഇവിടുത്തെ കുഷൻ ഫിനിഷും ചെയ്തിട്ടുള്ളത്. റൂമിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ കയറുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ കിച്ചണിലേക്കാണ്. സാധാരണ നമ്മളെ സൈറ്റുകളിൽ ഒരുപാട് ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള മിനിമലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണിലാണ് നമ്മൾ നിൽക്കുന്നത്. എൽ ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ നമ്മളെ ക്യാബിനറ്റ് സെറ്റ് ചെയ്തത്. ക്യാബിനറ്റിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ നല്ല ഗ്രാനൈറ്റ് ബ്ലാക്കിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻറ്റെയിൻ സെറ്റ് എളുപ്പമുള്ള ഒരു ഗ്രാനൈറ്റ് ആണത്. അതേപോലെ തന്നെ ലൈറ്റർ കോമ്പിനേഷൻ വരുന്ന ടൈൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ തീമാണ് എൻ്റയർ സോൺ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഹോബ് ഹുഡ്, അതേപോലെ തന്നെ ഒരു സൈഡിൽ സിങ്ക്, നേരെ ഓപ്പോസിറ്റിലായിട്ട് നമ്മളെ ഈ ഒരു ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. ശരിക്കും കിച്ചൺ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വർക്കിംഗ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് കിട്ടുക എന്ന ഉദ്ദേശം കൂടാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് 3 സോണിലായിട്ട് ഓടി വർക്ക് ചെയ്യാം. ആ ഒരു കംഫർട്ടും കൂടി കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു കിച്ചൺ അറേഞ്ച്മെൻറ്റ്. ക്യാബിനറ്റ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ക്യാബിനറ്റ് നമ്മൾ സീലിംഗ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീലിംഗ് കയറ്റി വെക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഏരിയ ചെറിയൊരു ക്യാബിനറ്റ് വെച്ചിട്ടാണ് ഫ്രിഡ്ജിൻ്റെ ഏരിയ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ചെറിയ സ്റ്റോറേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും എന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ ഫ്രിഡ്ജിനോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഒരു ടോളർ യൂണിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പൈസസ് അതേപോലെ തന്നെ നമ്മൾ കിച്ചൺ ആക്സസറീസ് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നല്ലൊരു സ്പേസും കൂടെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോർ റൂമൊക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇതേപോലത്തെ സ്പേസസ്. അതാകുമ്പോൾ ഉള്ള കാര്യങ്ങൾ പരമാവധി നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കിച്ചണിലുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് PVC ലാമിനേറ്റിലാണ്. ഇപ്പോൾ WPC ബോർഡിൽ PVC ലാമിനേറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊടുക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഡോർ വരുന്നുണ്ട്. ഈ ഡോറിൻ്റെ ഉള്ളിലായിട്ടാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത്. പൊതുവേ വർക്കിംഗ് കിച്ചൺ എപ്പോഴും കുറച്ച് അലമ്പായിട്ട് നിൽക്കാറാണ് പതിവ്. നമ്മളെ ഈ ഇതും എല്ലാം യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കിച്ചണാണ്. അപ്പോൾ ഈ ഒരു മേജറായിട്ടുള്ള നമ്മൾ കുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു വർക്കിംഗ് കിച്ചണാണ് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു സ്റ്റോർ റൂം ഏരിയയും കൂടി ഈ ഒരു സോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു അലൂമിനിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് കിച്ചൺ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്, വർക്കിംഗ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡോഗ് ലെഗ്ഡ് ആയിട്ടുള്ള സ്റ്റെയറാണ്. സ്റ്റെയർ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ലെപ്പോത്രാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മൾ ചെറിയ ലൈറ്റിങ്ങിനുള്ള കാര്യങ്ങളും സെൻസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരാൾ കയറി പോകുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഏരിയ നമ്മൾ പ്ലാൻ ചെയ്തത്. ഗ്രാനൈറ്റിൽ നമ്മളിങ്ങനെ അടിയിലായിട്ട് കട്ടിങ് എല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് റെയിലിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഉള്ളതിൽ പരമാവധി സ്പേസ് കിട്ടുക എന്ന ഉദ്ദേശത്തിലായിട്ട് ഹാൻഡ് റെയിൽ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എത്രയാണോ സ്റ്റെയറിന് നമുക്ക് വിടുത്ത് കൊടുത്തത് ആ വിടുത്ത് കംപ്ലീറ്റ് നമുക്ക് സ്റ്റെയറിന് യൂസ് ചെയ്യാം എന്നൊരു ഉദ്ദേശം കൂടെ അവിടെ നമുക്ക് മീറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ സ്റ്റെയറിന് തൊട്ട് താഴെയായിട്ട് നമ്മളൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇവിടെ ആയിട്ട് ചെറിയൊരു അയണിങ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ എന്നൊരു പർപ്പസും കൂടെ നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ചെറിയ ഫാന് കാര്യങ്ങളെല്ലാം കൊടുത്ത് ഈ ഒരു ഏരിയ 0% വേസ്റ്റേജ് തീരെ ഉണ്ടാവാതിരിക്കാനാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു വിൻഡോ കൊടുത്തുകൊണ്ട് ഈ ഒരു ഏരിയ അത്യാവശ്യം നമുക്ക് വെളിച്ചം കയറി വരികയും ചെയ്യും. നമുക്ക് ഒരു ഇടുങ്ങിപ്പോയൊരു സ്പേസ് പോലെ തോന്നാതെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് കിട്ടാൻ കൂടെ ഈ ഒരു ഏരിയനെ കൊണ്ട് നമുക്ക് ഉദ്ദേശം കിട്ടിയിട്ടുണ്ട്. സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ഹാളിലാണ്. ഈ ഒരു അപ്പർ ഹാളിൽ നമ്മൾ തൽക്കാലം ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. പക്ഷേ ഭാവിയിൽ നമുക്കൊരു TV യൂണിറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള സംവിധാനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹാൾ ചെയ്തത്. മിനിമലായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ TV യൂണിറ്റിനുള്ള ആക്ച്വൽ സ്പേസ് ഉദ്ദേശിച്ചത്. 2 സൈഡ് ലൈറ്റ്, സൈഡിലെ ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് 2 ബെഡ്റൂം, പിന്നെ ചെറിയൊരു ഓഫീസ് റൂം ഏരിയ, പിന്നെ അതേപോലെ തന്നെ ഒരു ബാൽക്കണി, ഓപ്പൺ ടെറസ്, ഇത്രയും കാര്യങ്ങളാണ്. അതിൽ റൂമിലേക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂമിലും നമ്മൾ ചെറിയ ഒരു ബെഡ് പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി മാത്രമാണ് ചെയ്തത്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിലുള്ള ബെഡ്റൂമിൻ്റെ റൂഫിംഗ് സ്ലോപ്പ് ആയതുകൊണ്ട് അതിന് ചെറിയൊരു ഫോൾ സീലിംഗ് വർക്കാണ് നമ്മൾ കൊടുത്തത്. ജസ്റ്റ് അതൊന്ന് നമുക്ക് നോക്കി നോക്കാം. പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പ്രത്യേക റിക്വയർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു പുള്ളിക്കാരന് വർക്ക് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ ഇവിടെ ചെറിയ നമ്മളെ യൂണിറ്റ് കാര്യങ്ങൾ, നെറ്റ്വർക്കിനുള്ള കാര്യങ്ങൾക്കുള്ള സെറ്റപ്പും പിന്നെ അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ചെറിയൊരു സ്പേസ്, ടേബിളും കാര്യങ്ങളാണ് ഈ റൂമിൽ നമ്മൾ മേജറായിട്ട് അറേഞ്ച് ചെയ്തത്. പിന്നെ നമുക്ക് മുകളിലായിട്ട് വരുന്നത് നമ്മളെ ഒരു യൂട്ടിലിറ്റിക്കുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ്. ഇവിടെ ടൈലെല്ലാം ചെയ്ത് നമ്മൾ ഷീറ്റെല്ലാം ഇട്ട് ഒരു നല്ലൊരു സ്പേസ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് മെസ്സിയൊക്കെ എടുക്കുകയാണ്. ഇതേപോലെയാണ് പൊതുവേ നമ്മൾ ഓപ്പൺ ടെറസ് ഉണ്ടാവാറ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ സ്റ്റോറേജോ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ത്രെഡ് മില്ല് പോലെയുള്ളതോ അല്ലെങ്കിൽ ഡ്രൈയിങ്, വാഷിംഗ് മെഷീൻ സെറ്റിംഗ്, അങ്ങനത്തെ എല്ലാ പർപ്പസിനും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണിത്. യൂഷ്വലി നമ്മൾ എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ ഇതേപോലത്തെ ഒരു ഓപ്പൺ ടെറസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മളെ ഒരു വീട് വൃത്തിയായി നിൽക്കണമെങ്കിൽ കുറച്ച് വൃത്തികേടായി നിൽക്കേണ്ട കുറച്ച് ഏരിയകൾ നമുക്ക് വേണം. ഒരു പരിധി വരെ ഇതാണ് ആ ഒരു സ്പോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഇനി ബാലൻസ് വരുന്നത് നമ്മളൊരു ബാൽക്കണി മാത്രമാണ്. ബാൽക്കണി നമ്മൾ ഈ വീടിന് ഒരു പ്രത്യേകത ഉണ്ട്. 2 എക്സ്റ്റെൻഡ് ആയിട്ടാണ് നമ്മളിവിടെ ബാൽക്കണി ചെയ്തത്. ഒരു ഇന്നർ ബാൽക്കണി, അതേപോലെ തന്നെ ഔട്ടർ ബാൽക്കണി. ശരിക്കും ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ശരിക്കും ഇന്നർ ബാൽക്കണിയിലാണ്. അതായത് സൺഷെയ്ഡുകൾ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇന്നർ സോണാണ്. ഇവിടെ നമുക്ക് മഴയുള്ള സമയത്തും പ്രോപ്പറായിട്ട് ഇരിക്കാം അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഇവിടെ നമ്മൾ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു കർബ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഔട്ടർ ബാൽക്കണിയാണ്. ഈ ഒരു ബാൽക്കണിയിൽ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് മഴ ആസ്വദിച്ച് നിൽക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഇവിടുന്ന് ഉള്ളിലേക്ക് വെള്ളം അറിയാതിരിക്കാനായിട്ടുള്ള സംവിധാനം നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലോറെല്ലാം അപ്പോക്സി ഇട്ടിട്ടുള്ളതാണ് നമ്മൾ ടൈല് കാര്യങ്ങളെല്ലാം ചെയ്തത്. വീടിൻ്റെ ഭംഗി എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റീരിയറിൽ കുറച്ച് ഗ്രിൽ വർക്കുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സിമിലർ ആയിട്ടുള്ള ഗ്രിൽ വർക്ക് തന്നെയാണ് ഈ കാണുന്നത്. അത് നമ്മൾ ഡിസൈൻ എലിവേറ്റ് ചെയ്യുക എന്ന ഒരു പർപ്പസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഏരിയ മിസ്സായി പോവേ, ഇനി അതല്ല നമ്മളെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഈ പ്രൊജക്റ്റിൻ്റെ ബജറ്റ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോർ പ്ലാൻ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മളെ ഓഫീസ് വരുന്നത് കോഴിക്കോട് നടക്കാവിലാണ്. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വീടോ അതല്ലെങ്കിൽ ഇൻറ്റീരിയറോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസോ ഇങ്ങനെ എന്തോ ആവട്ടെ, നമ്മളെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഡിസൈൻ, അതേപോലെ തന്നെ കൺസൾട്ടിങ്, കൺസ്ട്രക്ഷൻ, ഈ 3 മേഖലകളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനത്തെ എന്ത് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള നമ്പർ ഡീറ്റെയിൽ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.